DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു മാസമായി മാറിയിരിക്കുകയാണ് ഈ നവംബർ മാസം. നവംബർ 1 തീയതി തന്നെ ധനമന്ത്രി ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണം പ്രഖ്യാപിച്ചിരുന്നു. ഒക്ടോബർ മാസ പെൻഷൻ വിതരണം തീരും മുൻപേ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കേരളപ്പിറവി ദിനത്തിലെ പെൻഷൻ വിതരണ പ്രഖ്യാപനം. നവംബർ 1 പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷന്റെ വിതരണം നവംബർ 6 ആരംഭിച്ചിരുന്നു. നവംബർ 15 വരെയാണ് അതിന്റെ വിതരണം ഉണ്ടാവുക എന്നാണ് ധനവകുപ്പിന്റെ ഉത്തരവിലുണ്ടായിരുന്നത്. ഇതിനോടകം തന്നെ ഭൂരിപക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നവംബർ 19 വീണ്ടും ഒരു പെൻഷൻ വിതരണത്തിനുള്ള സാധ്യത വന്നിരിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയതായി അറിയുവാൻ കഴിയുന്നത്. നവംബർ 1 പ്രഖ്യാപിച്ച പെൻഷൻ നവംബർ മാസത്തെയാണോ എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നില്ല. നിലവിൽ കുടിശ്ശികയായിരുന്ന 4 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു ഗഡു ഈ വർഷവും ബാക്കി 3 ഗഡുക്കൾ അടുത്ത വർഷവും നൽകുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നതാണ്. അതിനാൽ കുടിശ്ശിക പെൻഷനാണിപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത് എന്നും വിലയിരുത്തലുകളുണ്ട്. മാത്രമല്ല, ഇതുവരെയും ക്ഷേമ പെൻഷൻ മാസം തുടങ്ങുന്ന 1 തീയതി മുതൽ വിതരണം പ്രഖ്യാപിച്ച ചരിത്രവുമില്ല. വയനാട് ചേലക്കര ഉപതിരഞ്ഞെടുപ്പ് സാഹചര്യത്തിലാണ് വിതരണം 6 തീയതി മുതൽ ആരംഭിച്ചത്. ഇനി പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് 20 തീയതി നടക്കുവാനുണ്ട്. അതിനിടെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നവംബർ 19 1249 കോടി രൂപ വായ്പ എടുക്കുമെന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് ഈ തുക കടമെടുക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ ഭാഗത്ത് നിന്ന് വ്യക്തമായ അറിയിപ്പ് വരുന്നതാണ്. സാധാരണഗതിയിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനും സർക്കാർ ശമ്പള പെൻഷൻ വിതരണത്തിനുമാണ് റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ സർക്കാർ കടമെടുപ്പ് നടത്തുന്നത്. ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ് വന്നാലുടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ 8 ലക്ഷത്തോളം പേർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതം കൂടി ഉൾപ്പെടുന്നുണ്ട്. 1600 രൂപ പെൻഷനിൽ 200 രൂപ, 300 രൂപ, 500 രൂപ തുടങ്ങിയ വിഹിതങ്ങളാണ് പലർക്കും കേന്ദ്രവിഹിതമായുള്ളത്. ഒക്ടോബർ പെൻഷനും ഇപ്പോൾ നവംബർ ആദ്യം വിതരണം ചെയ്ത പെൻഷനും ലഭിച്ചപ്പോൾ കേന്ദ്രവിഹിതം അതിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. അതിനാൽ 1100, 1300, 1400 എന്നിങ്ങനെയാണ് ഇത്തരക്കാർക്ക് അക്കൗണ്ടുകളിൽ തുകയെത്തിയിരുന്നത്. കേന്ദ്രവിഹിത തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിരുന്നു. എന്നാൽ ഈ തുക സംസ്ഥാനത്തിന് നേരിട്ട് വിതരണം ചെയ്യുവാൻ കഴിയില്ല. കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിതമായി പ്രത്യേകം വിതരണം ചെയ്യണമെന്നുള്ളതുകൊണ്ട് കേന്ദ്ര ഉദ്യോഗസ്ഥർ വഴി ആ തുക വിതരണം നടത്തുന്നതിന് കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കുന്നതാണ്. അതിനാൽ കേന്ദ്രവിഹിത തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല. വരും ദിവസങ്ങളിൽ തന്നെ ആ തുകയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.